നമ്മൾ വയനാടിൻ്റെ ടൂറിസം പദ്ധതിക്ക് പുത്തൻ ഉണർവേകാൻ പറ്റുന്ന ഒരു അടിപൊളി സംരംഭമാണിത്. അതായത് നമ്മുടെ ബോച്ചയുടെ 1000 ഏക്കർ വിസ്തൃതിയിലാണ് ഈ സംഭവം വരുന്നത്. തൊള്ളായിരം കണ്ടിക്ക് പോകുന്ന ബോച്ചൻ്റെ 900 കണ്ടിയല്ല, ബോച്ചൻ്റെ കൂടാരത്തേക്ക് പോകുന്ന റോഡാണ്. 1000 ഏക്കർ 900 ഏക്കറാണ് 1000. ഏതോ ഒന്ന് അതിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മളിങ്ങനെ പോയോ കേട്ടോ, ഇവിടെ എത്തുമെന്ന് അള്ളാഹുവാലോ. അപ്പം അതിമനോഹരമായ തേയിലത്തോട്ടത്തിലൂടെ ഉണ്ട് നമ്മളെ യാത്ര. 2 സൈഡിലും തേയിലത്തോട്ടം. ഇത് ബോച്ചയുടെ 1000 ഏക്കർ സ്ഥലത്ത് പെട്ടതാണ് കേട്ടോ. ഞാൻ അവിടുന്ന് ഫസ്റ്റ് കാണിച്ചിരുന്നില്ല, അതുവഴി നമുക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് പോയി കാണുന്നുണ്ടെങ്കിൽ ഇതായി കുറച്ച് അപ്പുറത്തൂടെ ചെന്നിട്ട് ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്ത് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇതിലങ്ങ് കയറിയതാണ്. എന്തൊക്കെയോ സംരംഭങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്, ജസ്റ്റ് ഒന്ന് കാണാലോ. ഇതിലേക്ക് പോകുന്ന വഴി തന്നെ നല്ല മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗേറ്റ് ഉണ്ട്. ഗേറ്റിൽ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി പറഞ്ഞത് ജസ്റ്റ് ഒരു വണ്ടിയുടെ നമ്പറും ഒരാളുടെ പേരും എഴുതി വെക്കുള്ളൂ, നമ്പറും എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം നമുക്ക് സെക്യൂരിറ്റി ഗേറ്റ് കഴിഞ്ഞ ഉടനെ ഇതാ വലിയൊരു ബോർഡ് കാണാം. വേണ്ടവള് ബോച്ചെ 1000 ഏക്കർ. ആ ബോർഡ് കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്നത് തേയില ഫാക്ടറിയാണ്. ബോച്ചയുടെ തേയില ഫാക്ടറിയാണ് ഈ കാണുന്നത്.
എത്ര ഇതിനകത്തേക്ക് വരാൻ ഓടാനുള്ളതെന്ന് അറിയോ? 1000 ഏക്കർ സ്ഥലമല്ലേ, ഒരുപാട് ഓടാനുണ്ട്. എന്താ സ്റ്റൈലില്ല, പച്ച പട്ട് വിരിച്ച പോലെ ഉണ്ടല്ലേ, നല്ല തേയിലിങ്ങനെ അടുക്കി ഒതുക്കി, എന്താ സ്റ്റൈല്. ഇതാ ഇവിടെ കണ്ടില്ലേ, ടെന്റുകളുണ്ട് കേട്ടോ. നമുക്ക് ദിവസം വാടകയ്ക്ക് താമസിക്കാൻ പറ്റും. ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, ഈ ടെന്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ നമുക്ക് ഫാമിലിക്കോ ബാച്ചിലേഴ്സിനോ എങ്ങനെ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ടെന്റുകളാണ് നിരയായി നിൽക്കുന്നത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ബബിൾസ് ഉണ്ട്, ബബിൾസ്. അപ്പൊ ഇത്രയേറെ ഓടി നമ്മൾ ഈ ബോച്ചന്റെ ഈ ഓഫീസിലെത്തി കേട്ടോ. ഇതാണ് ഇവരെ ഓഫീസ്. ഓഫീസിലവിടെ വണ്ടി നിർത്തി ഇനി അങ്ങോട്ട് നമുക്ക് നടന്നു പോകണം. ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും എന്ത് വരുന്നത്, ഈ ടൂറിസ്റ്റ് മേഖലയിൽ ടൂറിസ്റ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വരുന്നത്. ഇതുവരെ അവിടെ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നത് അവരുടെ ആ തേയിലത്തോട്ടത്തിൽ കൂടെയാണ്. നല്ല അടിപൊളി സ്റ്റൈലും സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്നും കയറിയില്ലെങ്കിലും നോക്കി നിന്നാൽ തന്നെ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ ഓരോരോ സംരംഭങ്ങൾ ഇതുപോലെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കയറി നോക്കി അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന് വരുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ എല്ലാം വർക്ക് നടക്കുന്നുള്ളൂ. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല, എല്ലാം വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഒരുപാടെണ്ണം വരുന്നുണ്ട്. എന്തായാലും താഴേക്ക് നോക്കിയ നല്ല വ്യൂ ആണ് ഇവിടെ.
ഇവിടുന്ന് ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പൊ ഈ കാണുന്ന ഈ 1000 ഏക്കറിൽ ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഇതുപോലുള്ള ഓരോ സംരംഭം കൊണ്ടുവന്നിട്ട് ഓരോരോ കൊണ്ടുവന്ന് യൂട്ടിലൈസ് ചെയ്ത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് അതാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞത്. ഇത് ഇപ്പൊ വയനാടിന്റെ ടൂറിസം മേഖലയെ ഒന്നും മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായിരിക്കും ഈ 1000 ഏക്കർ സ്ഥലത്ത് വരുന്നത് എന്ന്. അവിടെയാണ് പൂളും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇത് ഇനിയും ഒരുപാട് അങ്ങോട്ട്